വ്യക്തിഹത്യ ആർക്കും ആരെയും ചെയ്യാവുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അതിന്റെയൊക്കെ പ്രാധാന്യം പോയി. പണ്ട് വ്യക്തിഹത്യ ചെയ്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്, പാവങ്ങൾ. ഇപ്പൊ അതുപോലെ ആൾ മൈൻഡ് ഉണ്ട്. അപ്പൊ രാഷ്ട്രീയത്തിലെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇതുപോലുള്ള ചില രോഗികളുടെ അധിക്ഷേപത്തിന് ഇരയാവും. പിന്നെ സത്യം പറയാതിരിക്കാൻ പറ്റൂ. തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചല്ലോ, അത് മതി, അത് മതി. ഞാൻ തൊപ്പിയുണ്ടെന്നേ പറഞ്ഞുള്ളൂ. തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചു. തൊപ്പിയുള്ളത് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമിട്ട് എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് വിവാദമായതൊന്നും മറക്കരുത്. നിങ്ങളിൽ തന്നെ എന്റെ ക്ലിപ്പിങ്ങുകളൊക്കെ കാണാം. പോലീസ് വേഷമിട്ടുണ്ട് അന്ന്, ഓർമ്മയില്ലേ? അത് ആ ക്ലിപ്പിങ്സ് ഒക്കെ കാണും. അത് ഇല്ലീഗലാ, അത് ഇല്ലീഗലാ, അത്രയേ ഉള്ളൂ. ഞാനൊരു തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞതിനിപ്പം ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. തൊപ്പി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കപ്പെട്ടു. ആ തൊപ്പി ആരോ പാവങ്ങൾ കൊടുത്തു. എന്തിനാ ഈ തൊപ്പി? വയ്യാത്ത കുഞ്ഞിന് തൊപ്പി എന്തിനാ? അത് തൊപ്പി വെച്ച് ഒരാളൊരു അല്പത്തരം കാണിച്ചു എന്ന് പറയുമ്പോൾ ആ തൊപ്പി അവിടെ കൊടുത്തു, ആ തൊപ്പി ലേലത്തിൽ വെച്ചു, ലേലത്തിൽ വെച്ച് കിട്ടിയ പൈസയ്ക്ക് ഒരാൾക്ക് ചികിത്സയ്ക്ക് കൊടുത്തു എന്നൊക്കെ. എന്നാൽ ലേലത്തിൽ വയ്ക്കാത്തുണ്ട്. പണ്ട് നമ്മൾ പറയും, സിനിമയിൽ നമ്മളെ സിൽക്ക് സ്മിത ഉള്ള കാലത്ത് ആ ഒരു കഥ കേട്ടുള്ളൂ, സത്യമോ എന്ന് പറഞ്ഞൂടാ. ഒരു ആപ്പിളിൽ അവർ കടിച്ചു, ആ കടിച്ച ആപ്പിൾ ലേലത്തിന് വെച്ച് വലിയ തുകയ്ക്ക് പോയി തമിഴ്നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതും ലേലത്തിൽ വയ്ക്കാനും ഇച്ചിരൂടെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇനി ഉണ്ടെങ്കിലും ആ തൊപ്പി വന്നാൽ നമുക്ക് ലേലത്തിൽ വയ്ക്കാം. ഇന്നാരുടെ എന്ന് പറയുന്നത് ഞാൻ ചിരിച്ചുപോയി. രാഷ്ട്രീയത്തിൽ പല സമരങ്ങളും കണ്ടിട്ടുണ്ട്. പത്തനാപുരത്ത് എന്റെ വീട്ടിലേക്ക് ഇന്നൊരു ജാഥ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചിട്ട് ആർക്കും മനസ്സിലായി. പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല, നാട്ടുകാർക്ക് മനസ്സിലായില്ല. അപ്പൊ അവസാനം ഞാൻ ചോദിച്ചു, തൊപ്പിയാണോ കാര്യം? സത്യം പറയട്ടെ, കേരളത്തിൽ ജീവിക്കുന്ന ഒരു കാര്യം ആലോചിക്കുക. കുഞ്ചൻ തമ്പ്യാർ നേരത്തെ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ അദ്ദേഹം ദൂരം ചീത്തയെ കെട്ടി വന്നേനെ. തമാശ പറഞ്ഞാൽ അത് മനസ്സിലാകാതെ വൈരാഗ്യ ബുദ്ധിയോടെ മറുപടി പറയുന്ന ആളുകളോട് കുഞ്ചൻ തമ്പ്യാർ നേരത്തെ മരിച്ചല്ലോ എന്ന സന്തോഷം മാത്രമേ ഉള്ളൂ. അദ്ദേഹം രക്ഷപ്പെട്ടു.